എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10ലെ സ്പർശം എന്ന ബുക്കിലെ ഗദ്യഖണ്ഡിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ബഡേ ഭായി സാഹബാണ്. ഇത് എഴുതിയിരിക്കുന്നത് പ്രേംചന്ദാണ്. നോക്കാം നമുക്ക്. ഇതൊരു സംസരണമാണ്, അതായത് ഒരു ഓർമ്മക്കുറിപ്പാണ്. ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ റൈറ്റർ പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവം അദ്ദേഹം പറയുന്നതാണ്. ഇവിടെ ഒരു ഓർമ്മക്കുറിപ്പ് പോലെ അദ്ദേഹം എഴുതുകയാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ബഡേ ഭായി സാഹബ്. ബഡേ ഭായി സാഹബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂത്ത ജ്യേഷ്ഠൻ എന്നൊക്കെ പറയില്ലേ, ബ്രദർ എന്ന് പറയില്ലേ, വലിയ ചേട്ടൻ എന്നൊക്കെ പറയുന്നതാണ് ബഡേ ഭായി സാഹബ്. മേരെ ഭായി സാഹബ് മുസേ 5 സാൽ ബഡേ. എൻ്റെ ഭായി സാഹബ്, അതായത് എൻ്റെ ബ്രദർ എന്നേക്കാളും എത്ര വയസ്സ് വലുതാണ്? 5 വയസ്സ് വലുതാണെന്നാണ് പറയുന്നത്. 5 വയസ്സ് മൂത്തത്. ലേക്കിൻ കേവൽ 3 ദർജ ആകെ. പക്ഷേ എന്താണ്, 3 ക്ലാസ്സേ മുൻപിലുള്ളൂ. അതായത് ഇപ്പോൾ റൈറ്ററിനേക്കാളും 5 വയസ്സ് വലുതാണെന്നാണ് പറയുന്നത്. അപ്പോൾ 5 ക്ലാസ് മുമ്പിലായിരിക്കണമല്ലോ. പക്ഷേ എന്താണ്, ചേട്ടൻ ആകെ എത്രയാണ്? 3 ക്ലാസ്സിൽ മാത്രമാണ് മുമ്പിൽ. 5ലാണെങ്കിൽ 5 വയസ്സ്, മൂത്താണെങ്കിൽ 10ലായിരിക്കുമല്ലോ. പക്ഷേ ഇത് 3 ക്ലാസ് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാണ് റൈറ്റർ പറയുന്നത്. उन्होंने भी उसी उम्र में पढ़ना शुरू किया था जब मैंने शुरू किया, लेकिन तालीम जैसे महत्व के मामले में वह जल्दबाजी से काम लेना पसंद न करते थे. അദ്ദേഹം എപ്പോഴാണ് താലിം എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ. അദ്ദേഹം ഞാൻ എപ്പോഴാണോ പഠിക്കാൻ തുടങ്ങിയ ആ വയസ്സിൽ തന്നെയാണ് അദ്ദേഹവും തുടങ്ങിയത്. അദ്ദേഹം 3-ാം വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത്. ജ്യേഷ്ഠനും 3 വയസ്സിൽ തന്നെയാണ് വിദ്യാഭ്യാസം തുടങ്ങിയത്. താലിം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ. പക്ഷേ താലിം ജൈസെ മഹത്വക്കെ മാമലമേ, എഡ്യൂക്കേഷൻ സംബന്ധിച്ച്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള ആ ഒരു മാമല എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ജൽദ്ബാസി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്പീഡ്, വളരെ സ്പീഡിൽ ചെയ്യുന്ന കാര്യമായിട്ട് അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല. കാം ലേന പസന്ത് ന കർത്തേത്. വേഗം പഠിച്ചു പോകുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇസ് ഭവൻ കി ബുനിയാദ് ഖൂബ് മസ്ബൂത്ത് ഡാൽന ചാത്തേത്. ഭവൻ കി ബുനിയാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഈ വിദ്യാഭ്യാസം എന്ന ഈ ബുനിയാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൗണ്ടേഷൻ. എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടേഷൻ, ബേസ്, അടിത്തറ നല്ലപോലെ സ്ട്രോങ് ആക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അതായത് എന്താണ്, ഓരോ ക്ലാസ്സിലും നന്നായിട്ട് പഠിച്ച്, തോറ്റാലും കുഴപ്പമില്ല, പക്ഷേ നന്നായിട്ട് ഓരോ ക്ലാസ്സും നന്നായിട്ട് പഠിച്ച് ജയിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ തോറ്റ് പഠിക്കും ഒരു ക്ലാസ്സിൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതിൻ്റെ അടിത്തറ വളരെ സ്ട്രോങ് ആക്കാൻ, മജ്ബൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ആക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ജിസ്പർ ആലിഷാൻ മഹൽ ബൻസകെ. എന്താണ് ആലിഷാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാരം. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ സ്ട്രോങ് ആയാലല്ലേ അത് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന ആ അടിത്തറ സ്ട്രോങ് ആക്കാനായിട്ട് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. 1 സാൽ കാ കാം 2 സാൽ മേ കർത്തേത്. 1 വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ 2 വർഷം കൊണ്ടാണ് അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ തന്നെ 2 വർഷം അദ്ദേഹം പഠിച്ചുകൊണ്ടാണ് ഓരോ ക്ലാസ്സും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം 3 ക്ലാസ് വ്യത്യാസമുള്ളെന്ന് പറയാൻ കാര്യം. കബി 3 സാൽ ബി ലഗ് ജാത്തേത്. ചിലപ്പോഴൊക്കെ 3 വർഷം ഒരു ക്ലാസ്സിൽ തന്നെ എടുക്കുമായിരുന്നു. ബുനിയാദ് ഹി പുക്ത ന ഹോ തോ മക്കാൻ ജൈസെ പായേദാർ ബനെ. അതായത് സ്ട്രോങ്, ബുനിയാദ്, ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ എന്താണ്, തബീഹ് എന്ന വാക്ക് എന്താണ്? എന്നെ നോക്കാൻ, അതായത് പുക്ത എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, മജ്ബൂത്. അതായത് ഫൗണ്ടേഷൻ എന്താണ്, സ്ട്രോങ് അല്ലെങ്കിൽ മക്കാൻ കൈസെ പായദാർ ബനെ. കെട്ടിടം എങ്ങനെ എന്താണ് സ്ട്രോങ് ആയിരിക്കും, കെട്ടിടം എങ്ങനെ നിലനിൽക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഓരോരോ ക്ലാസ്സിലും എന്താണ് ചിലപ്പോൾ 3 കൊല്ലമൊക്കെ പഠിച്ചിട്ടാണ് അദ്ദേഹം വന്നുകൊണ്ടിരുന്നത്. മേ ചോട്ടാദ വ ബഡേദേ, ഞാൻ വളരെ ചെറുതായിരുന്നു, അദ്ദേഹം വളരെ വലുത്. മേരി ഉമ്രു 9 സാൽ കീതി, എത്രയാണ് ലേഖകൻ്റെ വയസ്സ് എത്രയാണ്? 9 വയസ്സ്. വ 14 സാൽ കീതി, ബ്രദർ ഏത് വയസ്സിലാണ്? 14 വയസ്സ്. പിന്നെ മേരി തബ്ബീഹ് ഔർ നിഗരാനി കാ പൂരാ ഔർ ജന്മസിദ്ധ അധികാർത. മേരി തബ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ നോക്കാൻ, അല്ലെങ്കിൽ എന്നെ നോക്കാനും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും വഴക്ക് പറയാനുള്ള. നിഗറാനി എന്ന് പറഞ്ഞാൽ ഒബ്സർവ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, എന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അധികാരമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. അതല്ലേ, മൂത്ത ജ്യേഷ്ഠനാണല്ലോ, അപ്പോൾ അനിയൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് തൻ്റെ ചുമതലയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ജന്മസിദ്ധ അധികാരം എന്ന് പറഞ്ഞാൽ അതൊരു അധികാരമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. और मेरी शालीनता इसी में थी कि उनके हुक्म को ഖാനൂൻ സംജു. എൻ്റെ ശാലീനത എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ഞാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഹുക്കും എന്ന് പറഞ്ഞാൽ ഓർഡർ, ആജ്ഞകളൊക്കെ എന്താണ് ഖാനൂൻ, ഒരു നിയമം. ഖാനൂൻ എന്ന് പറഞ്ഞാൽ ലോ, നിയമമായിട്ട് സംജു. അദ്ദേഹം എന്താണ് പറയുന്നത് അതൊരു നിയമമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ അനുസരിച്ചിരുന്നതെന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. വ സ്വഭാവസെ ബഡേ അധ്യയൻശീലത, അദ്ദേഹം എന്താണ് സ്വഭാവം കൊണ്ട് വളരെയധികം അധ്യയൻശീലം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളതായിരുന്നു. അധ്യയൻശീൽ പഠിക്കുക, റീഡിങ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ അതിൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹർദം കിതാബ് ഖോലെ ബൈട്ടേ രേത്തെ, എപ്പോഴും എന്താണ് ഹർദം എന്ന് പറഞ്ഞാൽ ഓൾവേസ്, എപ്പോഴും എന്താണ് സദാ, എപ്പോഴും ബുക്ക് തുറന്നു വെച്ച് ഇങ്ങനെ വായിച്ചു കൊണ്ടേയിരിക്കും. അവർ ഷായദ് ദിമാഗ് കോ ആരാം ദേനെ കെ ലിയെ കഭി कॉफ़ी पर किताब के हाशियों पर चिड़ियों कुत्तों बिल्लियों की तस्वीरें बनाया करते थे. ഫുൾ ടൈം വായനയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വായിച്ച് ഷായത്ത് ഒരു പക്ഷേ ദിമാഗോ, അതായത് ആ ബ്രെയിനിനെ ഒരു ആരാം ദേനേക്കില്ലേ, ബ്രെയിനൊരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും? കോപ്പി പർ എന്ന് പറഞ്ഞാൽ ബുക്ക് നോട്ടിൽ, നോട്ട്ബുക്കിൽ എന്ത് ചെയ്യും? കിതാബ് കെ ഹാഷിയോം പർ, ഹാഷിയോം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേജിൽ മാർജിൻ പോലെ ഉണ്ടാവുമല്ലോ, നമ്മൾ മാത്സ് ഒക്കെ ചെയ്യാൻ നേരത്ത് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് മാർജിൻ ഇടുമല്ലോ. അപ്പോൾ ആ മാർജിനിൽ അദ്ദേഹം എന്ത് ചെയ്യും? വായിച്ച് മടുക്കുമ്പോൾ ബ്രെയിനൊരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി ചിടിയോ, പക്ഷികളുടെയും കുത്തവും പട്ടികളുടെയും ബില്ലിയോ, പൂച്ചകളുടെയും തസ്വീരേം ബനായ കർത്തേത്, ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു ആ മാർജിനിൽ. കവി ഏക് ഹി നാം യാ ശബ്ദ്, ചിലപ്പോഴൊക്കെ എന്താണ് ഏക് ഹി നാം, ഒരേ ഒരു പേര്, അല്ലെങ്കിൽ ഒരേ പേര്, യാ ശബ്ദ്, അല്ലെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ, ശബ്ദങ്ങൾ, വേർഡ്സുകൾ, വാക്യ 10-20 ബാർ ലിഖ് ഡാൽത്തെ, 10 അല്ലെങ്കിൽ 20 പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കും. കവി ഏക് ഷേർ കോ ബാർ സുന്ദർ അക്ഷരമേ നക്കൽ കർത്തെ, ചിലപ്പോഴെന്ത് ചെയ്യും? ഷേർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സമയത്ത് ഒരു പുലിയെ വീണ്ടും നല്ല സുന്ദരമായ അക്ഷരത്തിൽ, നക്കൽ എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാന്നർത്ഥം, അതിനെ ഇങ്ങനെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കും. കവി ऐसी शब्द रचना करते जिसमें ना कोई अर्थ होता ना कोई സാമഞ്ജസ്യ. ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും? ശബ്ദരചന കർത്ത, എന്തെങ്കിലും ശബ്ദങ്ങൾ രചിക്കും, അതിലെന്താണ് സാമഞ്ജസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും ശരിയായ ഒരു അർത്ഥമില്ലാത്ത വാക്കുകൾ, ഇങ്ങനെ ചില രചനകൾ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും പക്ഷെ അതിന് കുറേ ഒരു കണ്ടൻറ്റ്, ഒരു കറക്റ്റായ ഒരു മീനിങ് ഉണ്ടാകില്ല. അർത്ഥം എന്താ? ഒന്നും ഓരോരോ അർത്ഥമില്ല, വെറുതെ ഇങ്ങനെ ഓരോരോ വാക്കുകളൊക്കെ ഇങ്ങനെ യോജിപ്പിച്ചുകൊണ്ടിരിക്കും, പക്ഷെ വായിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു അർത്ഥവും ഉണ്ടാവില്ല. मसलन एक बार उनकी कॉपी पर मैंने यह इबारत देखी, स्पेशल अमीना बाइयों दरासल बाई. എന്താണ് മസ്ലൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുകയാണ്. ഇബാരത്ത് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് അദ്ദേഹത്തെ എഴുതിയൊരു കോപ്പി, ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു എക്സാമ്പിൾ കണ്ടു എന്നാണ് പറയുന്നത്. എന്താണ്? സ്പെഷ്യൽ, അമീന, ബായി എന്നൊക്കെ പറഞ്ഞ വേർഡ്, ഒരു കോമ്പിനേഷനും, അങ്ങനെ വേർഡ്സ് മാത്രം, പക്ഷേ നമ്മളത് വായിച്ചു നോക്കുമ്പോൾ ഒരു കോമ്പിനേഷനും ഇല്ല. അതായത് ഇപ്പോൾ
സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അമീന എന്ന് പറഞ്ഞാൽ ബായി എന്ന് പറഞ്ഞാൽ സഹോദരൻ. അപ്പോൾ അതിലൊരു വാക്കുകൾ തമ്മിലൊരു കൂടിച്ചേർച്ചയില്ല, ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ദറാസൽ, ബായി ബായി. പിന്നെന്താണ്? രാധേശം, ശ്രീയൂത്, രാധേശം, ഏക് ഗണ്ടേ തക് ഇസ്കെ ബാദ് ഏക് ആദ്മി കാ ചേര ബനാ ഹുവാ ഥാ. ഇങ്ങനെ കുറേ വേർഡ്സ് എഴുതിയിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ കുറച്ച് നോക്കുമ്പോൾ എന്താണ്? ഒരു മനുഷ്യൻ്റെ ഇങ്ങനെ ഒരു ഫേസ് മാത്രം ഇങ്ങനെ വരച്ചേക്കണ കണ്ടു. मैंने बहुत चेष्टा की इस പഹേലി കാ കോയി അർത്ഥ് നിക്കാലോ. അപ്പോൾ ഞാൻ വളരെയധികം, പഹേലി എന്ന് പറഞ്ഞാൽ എഴുതിയ ഈ നോട്ടുകൾ കൂട്ടിയിട്ട് ഞാനിങ്ങനെ കുറേ പരിശ്രമിച്ചു എന്ന്, അതിലൊരു മീനിങ് കണ്ടെത്താൻ, അല്ലെങ്കിൽ ഒരു മീനിങ് കിട്ടുകയോ ഇല്ലേന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. അതാണ് പഹേലി എന്ന് പറയുന്നത്, ശ്രമിച്ചു നോക്കി. അർത്ഥം നിൽക്കാലോ, എന്തെങ്കിലും ഒരു മീനിങ്, അർത്ഥം കണ്ടെത്താൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കി. ലേക്കിൻ അസഫൽ രഹ. പക്ഷെ ഞാൻ എന്താണ്? അസഫൽ രഹ എന്ന് പറഞ്ഞാൽ എനിക്കതിന് സാധിച്ചില്ല, ഞാൻ ഫെയിലായി. അവർ ഉൻസെ പൂച്ച്ന കാ സാഹസ് നാ ഹുവ. പക്ഷെ ചെന്ന് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കുണ്ടായില്ല. വൗ നവ്വി ജമാഅത്ത് മേദേ. അദ്ദേഹം എന്താണ്? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ക്ലാസ്, കക്ഷ. അദ്ദേഹം 9ാം ക്ലാസ്സിലായിരുന്നു. മേ 5വീ മേ. ഞാൻ എത്രയിലായിരുന്നു? 5ൽ. उनकी रचनाओं को समझना मेरे लिए छोटा मुँह बड़ी बात थी. छोटा मुँह बड़ी बात എന്ന് പറയുന്നത് ഒരു മുഹാവരയാണ്, ഇഡിയമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ രചനകൾ എന്താണ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് എന്താണ്? നമ്മൾ പറയില്ലേ, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയരുതെന്ന് പറയില്ലേ, അതാണ് ഈ എന്താണ് ഉമ്ർ സെ ജ്യാദാ ബാത് കർണ. അതായത് വയസ്സിന് പ്രായത്തിനനുസരിച്ചുള്ള വാക്കുകളെല്ലാം വായിൽ നിന്നും വരുന്നത്. നമുക്ക് ചെറിയ കുട്ടികൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരു മുഹാവരയാണ്. ചോട്ടാ മോ ബഡി ബാത് എന്ന് പറഞ്ഞാൽ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുക, അങ്ങനെയായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. മേരെ ജി പഠനമേ ബിൽക്കുൽ നാ ലഗ്താ താ. അപ്പോൾ ലേഖകൻ എന്താ പറയുന്നത്? എനിക്ക് പഠിക്കാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബായി എപ്പോഴും എപ്പോൾ നോക്കിയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കും, പക്ഷേ എനിക്ക് പഠിക്കാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. एक घंटा भी किताब लेकर बैठना पहाड़ था. 1 മണിക്കൂർ വരെ, 1 മണിക്കൂർ ബുക്ക് തുറന്ന് വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്? എനിക്കൊരു പർവ്വതത്തിൽ കയറുന്ന പോലെ, ഒരു മഹാപർവ്വതം പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. മൗക്ക പാത്തേ ഹി ഹോസ്റ്റൽ സെ നിക്കൽക്കർ മൈതാൻ മേ ആ ജാത്ത. സമയം മൗക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ എന്ത് ചെയ്യും? ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങും. എന്നിട്ട് മൈതാൻ മേ ആത്ത, അതായത് ഗ്രൗണ്ടിൽ വരും. മൈതാൻ എന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട്. ആ ജാത്ത അവർ കബി കങ്കരിയാം. കങ്കരിയാം ഉജൽത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? കങ്കരിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചെറിയ ചെറിയ കല്ലുകളില്ലേ, അതിനെയാണ് കഞ്ചുരി എന്ന് പറയുന്നത്. ഉജൽന എന്ന് പറഞ്ഞാൽ എറിയുക, കല്ലുകൾ ഇങ്ങനെ എറിഞ്ഞ് കളിക്കുക. കബി കാഗസ് കി തിത്തലിയാം, അതായത് കാഗസ് എന്ന് പറഞ്ഞാൽ പേപ്പർ കൊണ്ട് എന്തുണ്ടാക്കും? തിത്തലി, ബട്ടർഫ്ലൈനെ ഉണ്ടാക്കിയിട്ട് പറപ്പിക്കും. ഉടാത്ത അവർ കഹി കോയി സാത്തി മിൽ ഗയാത്തോ പൂച്ച്ന ഹി ക്യാ. ഇനി ആരെങ്കിലും ഒരു ഫ്രണ്ടിനെ ആരെങ്കിലും കളിക്കാൻ കൂടെ കിട്ടിയാലോ, പിന്നെ ഒന്നും പറയേ വേണ്ട, അവിടെ ഞാൻ എന്താണ് കളിച്ച് തിമിർക്കും എന്നാണ് പറയുന്നത്. കബി 4 ദീവാരി പർ ചഡ്കർ നീച്ചെ ഖൂദ് രഹേ ഹേ. 4 ദീവാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും? ചുറ്റും, അതായത് ദീവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മതിലുകൾ, ചുമരുകൾ. ആ ചുമരുകൾ, 4 ചുമരുകളിലും എന്താണ്? കുരങ്ങനെ പോലെ ഇങ്ങനെ ചാടി കൊണ്ടിരിക്കും. അതാണ് 4 ദീവാരി എന്ന് പറയുന്നത്. ദീവാരി പർ ചടുക്കർ, ചടന എന്ന് പറഞ്ഞാൽ കയറുക. പിന്നെ എന്ത് ചെയ്യും? നീച്ചെ കൂത് രഹേ, അതായത് താഴേക്ക് പിന്നെ ചാടും. കവി ഫാടക് പർ സവാർ. ഫാടക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേറ്റ്. ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പറയില്ല, നമ്മൾ ചിലപ്പോൾ ഗേറ്റിന്മേൽ കയറി നിന്നിട്ട് അങ്ങോട്ടാടും ഇങ്ങോട്ടോടും, അതിനാണ് പറയുന്നത് ഫാടക് പർ സവാർന്ന്. ഉസി ആകെ പീച്ചെ ചലാത്തെ ഹുയെ മോട്ടോർ കാർ കാ ആനന്ദ് ഉടാ രഹേ ഹെ. എങ്ങനെയാണ്? ആ ഗേറ്റിനെ മുന്നിലേക്കും പിന്നെ പിന്നിലേക്കും ഇങ്ങനെ ആക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നവരെ മോട്ടോർ കാർ കാ ആനന്ദ്, എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് അതേപോലത്തെ ഒരു ആനന്ദം അല്ലെങ്കിൽ അങ്ങനെ കളിക്കുമായിരുന്നു എന്നാണ്. ലേക്കിൻ കമരെ മേ ആത്തെ ഹി ബായി സാഹബ് കാ വ രുദ്ര രൂപ് ദേഖ് കർ പ്രാൺ സൂഖ് ജാത്തെ.
പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് എന്താണ് വീട്ടിലേക്ക് വരുമ്പോഴാണ് എന്താണ് പ്രാൺ സൂക്ന എന്ന് പറഞ്ഞാൽ അതും ഒരു ഇഡിയമാണ്. അതായത് വളരെ പേടിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ മുറിയിലേക്ക് വരുമ്പോൾ സഹോദരൻ്റെ ബ്രദറിൻ്റെ ആ രുദ്രരൂപം കാണുമ്പോൾ എൻ്റെ പ്രാണൻ തന്നെ പോകുമെന്നാണ് പറയുന്നത്. ഉൻക പഹല സവാൽ യഹ് ഹോത്ത, എപ്പോഴും എന്നെ കാണുമ്പോൾ എന്താ ചോദിക്കുന്നത്? ആദ്യത്തെ ചോദ്യം എന്താണ്? കഹാം ദേ, എവിടെയായിരുന്നു? ഹമേശ യഹി സവാൽ, എപ്പോഴും ഇത് തന്നെ ചോദിക്കും. ഇസി ധ്വനിമേ ഹമേശ പൂച്ച ജാത്ത, വളരെ ആ ഒരു കാഠിന്യമായ സൗണ്ടിൽ അല്ലെങ്കിൽ വളരെ കർക്കശമായ സൗണ്ടിൽ ഹമേശ പൂച്ച ജാത്താത, എപ്പോഴും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അവർ ഇസ്ക ജവാബ് മേരെ പാസ് കേവൽ മൗനത, അതിന് ഉത്തരമായിട്ടോ എൻ്റെ കയ്യിലെന്താണ്? മൗനം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊന്നും അങ്ങോട്ടേക്ക് പറയാനില്ല. കാര്യം എന്താ പറയുക? ഞാൻ കളിക്കാൻ പോയി, അത്ര തന്നെ. എനിക്കൊന്നും പറയാനില്ല. ഞാൻ എപ്പോഴും മിണ്ടാണ്ടിരിക്കും. നജാനെ മേരെ മൂസെ യ ബാത് ക്യോം ന നികൽത്തി, എന്താണെന്നറിയില്ല, എൻ്റെ വായിൽ നിന്നും ക്യോം ന നികൽത്തി, ഇതെന്താണ് വരാത്തത്? എനിക്ക് മറുപടി ഒന്നും വരില്ല. സറ ബാഹർ ഗേൽ രഹാദ, എന്താ പറയാനായിട്ട്? ഞാൻ പുറത്ത് കുറച്ച് നേരം കളിക്കുകയായിരുന്നു എന്ന് പോലും എനിക്ക് ബായിനോട് പറയാനായിട്ട് ഒരിക്കലും മറുപടി പറയാനായിട്ട് വരാറില്ല. കാര്യം അതിനുള്ള ധൈര്യം നമ്മുടെ ലേഖകന് ഉണ്ടായിരുന്നില്ല. മേരാ മൗന് കദേത്താതാക്കി മുജെ അപ്പന അപരാധ സ്വീകാർ ഹേ, ഞാനിങ്ങനെ മിണ്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ എൻ്റെ മൗനം എന്താണ്? ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ കളിക്കാൻ പോയി എന്നുള്ളതൊരു തെറ്റായിട്ട്, എൻ്റെ മൗനം അതൊരു തെറ്റായിട്ട് ഞാൻ തന്നെ അംഗീകരിച്ചിരുന്നു. और भाई साहब के लिए उसके सिवा और कोई इलाज ना था कि स्नेह और रोष से मिले हुए शब्दों में मेरा सत्कार करे. ഭായി സാബ് കേലി ഉസ്കെ സിവ, ഇങ്ങനെ ചോദിക്കുന്നതല്ലാണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നീ ഇവിടെ പോയി എന്ത് ചെയ്യാന്നൊന്നും ദേഷ്യപ്പെട്ട് ചോദിക്കുന്നത് കൂടാണ്ട് വേറെ ഒരു ഇലാജിനാഥാക്കി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ചികിത്സ അല്ലെങ്കിൽ വേറൊരു മാർഗം ഉണ്ടായില്ല. എങ്ങനെ? സ്നേഹ റോഷസെ മിലേ ഹുയെ, സ്നേഹത്തോടും അല്ലെങ്കിൽ രോഷത്തോടും കൂടി കൂടിച്ചേർന്ന ശബ്ദം സെ മേരാ സത്കാക്കരെ, ചിലപ്പോൾ ദേഷ്യപ്പെടും വളരെയായിട്ട്, സ്നേഹം കൊണ്ടുള്ള ദേഷ്യം. അപ്പം അങ്ങനെയായിരുന്നു എപ്പോഴും എന്നോട് ചോദിച്ചിരുന്നത്. ഇലാജ് കരയെന്ന് പറഞ്ഞാൽ എന്താ? ട്രീറ്റ് ചെയ്യാന്നർത്ഥം. എപ്പോഴും എന്നോട് ഇങ്ങനെ തന്നെയായിരുന്നു ഭായി പെരുമാറിയിരുന്നത്. ഇസ് തര അംഗ്രേസി പഠേഗെ തോ जिंदगी भर पढ़ते रहोगे और एक हर्फ ना आएगा. അപ്പം പിന്നീട് എന്താണ് പറയുന്നത്? ഇസ്തര അംഗ്രേസി പഠേഗെ തോ, ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ എന്താണ്? ജിന്ദഗി ഭർ പഠിത്തേ രഹേ, ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരും. ഓർ ഏക് ഹർഫ്ന ആയേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരക്ഷരം പോലും നിനക്ക് ഓർമ്മയുണ്ടാവില്ല, പഠിക്കാൻ പറ്റില്ല. അംഗ്രേസി പറഞ്ഞാൽ കൊയ് ഹസി ഗെൽ നഹി ഹേ. അപ്പോൾ ഭായി പറയാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഒരു കുട്ടിക്കളിയൊന്നും അല്ല. ജോ ചാഹേ പഠില്ലേ, ആർക്ക് വേണമെങ്കിലും പഠിക്കാമെന്നൊരു വിചാരമൊന്നും വേണ്ട. നഹി ഏര ഗൗര നന്ദു ഗൗര സബി അംഗ്രേസിക്ക് വിദ്വാൻ ഹോ ജാത്തെ, അതും ഒരു എന്താണ് അങ്ങനെ പറയുന്നത്? ഗൗര എന്ന് പറഞ്ഞാൽ ഒരു വകയും അറിയാത്ത ആൾക്കാർ എന്നാണ് ഏര ഗൗര എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വരെയും ഒരു വക അറിയില്ലാത്ത ആൾക്കാർക്ക് വരെയും ഇംഗ്ലീഷ് പഠിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ ഇംഗ്ലീഷ് പഠിച്ച് വലിയ വിദ്വാൻ വലിയ പണ്ഡിതന്മാരാകുമല്ലോ. യഹ രാത്ത് ദീൻ ആക്കേം ഫോർണി പഠിക്കുക, എന്താണ്? നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയും പകലും ആക്കേം ഫോർണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യാമെന്ന്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താലേ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ. അവർ ഖൂൺ ചലാന പടുത്താ, എന്താണ് ഖൂൺ ചലാന പടുത്താ എന്ന് പറഞ്ഞാൽ അതും ഹാർഡ് വർക്ക് ചെയ്യാമെന്നാണ്. ചോര നീരാക്കുക, അത്ര ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇംഗ്ലീഷൊക്കെ പഠിച്ച് നല്ല നിലയിലെത്താൻ പറ്റുള്ളൂ. തബ് കഹി യ വിദ്യ ആത്തി ഹേ, എന്നാൽ മാത്രമേ അത് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഇത് കൈക്കലാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അവർ ആത്തി ക്യാ ഹേ, ഹാ കഹനേക്കോ, അത്രയും കഷ്ടപ്പെട്ടാലും എന്താണ് വരുന്നത്? ഒന്നില്ലെങ്കിൽ ഹാ, യെസ് ഓർ നോ, അതിൽ കൂടുതലൊന്നും പഠിക്കാൻ പറ്റില്ല. ബഡേ ബഡേ വിദ്വാൻ ബി ശുദ്ധ അംഗ്രേസി നഹി ലിഖ് സക്തെ, വലിയ വലിയ വിദ്വാൻമാർ പോലും എന്താണ് നല്ല ശുദ്ധമായ അല്ലെങ്കിൽ നല്ല കറക്റ്റായ രീതിയിൽ ഇംഗ്ലീഷ് എഴുതുന്നില്ല.
ബോൾനാത്തോ ദൂർ രഹ. പിന്നെയല്ലേ ഇനി ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത്. അത്ര വിദ്വാൻമാർക്ക് പോലും അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനും പറ്റുന്നില്ല. പിന്നെയല്ലേ നീ ഇങ്ങനെ കളിച്ച് നടക്കുന്നതെന്നൊക്കെയാണ് ഭായി സാഹബ് ബ്രദറോട് ചോദിക്കുന്നത്. और मैं कहता हूँ तुम कितने കോക്ക ഹോക്കി മുജെ ദേഖ് കർ ബി സബക് നഹി ലേത്തെ. എന്നിട്ട് പിന്നെയും ചോദിക്കുകയാണ്. കോങ്ക എന്ന് പറഞ്ഞാൽ സ്നെയിലാണ്, അതായത് എന്താണ് ഇങ്ങനെ പതുക്കെ എഴുതുന്നതാണല്ലോ ഒച്ച്. അപ്പോൾ നീ എന്നെ കണ്ടിട്ട് നീ എന്താണ് സബക് ലേന എന്ന് പറഞ്ഞാൽ പാഠം പഠിക്കുക. നീ എന്നെ കണ്ടിട്ട് പോലും നിനക്ക് ഞാനിങ്ങനെ എന്താണ് നമ്മുടെ ബ്രദർ എങ്ങനെയാണ് ഓരോ ക്ലാസ്സിലും എഴഞ്ഞെഴിഞ്ഞ്, അതായത് 1 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെയാണ് ഒരു ക്ലാസ്സിൽ പഠിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നീ എന്നെ എന്നിട്ട് പോലും നീ എന്താണ് എന്നെ കണ്ട് പഠിക്കാത്തത്? ഇതൊരു എന്താണ് ശിക്ഷയായിട്ട് അല്ലെങ്കിൽ ഇതൊരു കാര്യമായിട്ട് എടുക്കാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. മേ കിത്തിനി മേഹനത്ത് കർത്താവും, ഞാൻ എത്ര അധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എത്തും അപ്നി ആക്കോം സെ ദേഖ്തേ ഹോ, നീ ഇതൊക്കെ നിൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണുന്നില്ലേ എപ്പോഴും. അഗർ നഹി ദേഖ്തേത്തോ, ഇനി നീ കാണുന്നില്ല എങ്കിൽ എന്താണ് തുമാരി ആക്കോം കാ കസൂർ. ഇതൊക്കെ എൻ്റെ ഹാർഡ് വർക്ക്. ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഒച്ചിനെ പോലെ എഴഞ്ഞെഴിഞ്ഞ് 3 വർഷമൊക്കെ പഠിച്ചിട്ട് വരുന്നത് നീ ഇത് കാണുന്നില്ലേ. ഇനി നീ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്നാണ് പറയുന്നത്. തുമാരെ ബുദ്ധിക്ക കസൂർ, നിൻ്റെ ബുദ്ധിയിലെ കുഴപ്പമാണ്. കസൂർ എന്ന് പറഞ്ഞാൽ കുറ്റം, നിൻ്റെ ബുദ്ധിയുടെ കുറ്റം അല്ലെങ്കിൽ നിൻ്റെ ബുദ്ധിയുടെ കുഴപ്പമാണ്. ഇത്തനെ മേലെ തമാശെ ഹോത്തേ ഹേ മുझे തുമ്നെ കഭി ദേഖ്നെ ജാത്തെ ദേഖാ ഹേ. ഇവിടേക്ക് ഇത്ര അധികം കാര്യങ്ങൾ. തമാശ എന്ന് പറഞ്ഞാൽ എന്താണ്? തമാശ എന്ന് പറഞ്ഞാൽ എക്സിബിഷൻ, അതായത് അദ്ദേഹം ചോദിക്കുകയാണ് മേലെ തമാശ എന്ന് പറഞ്ഞാൽ എക്സിബിഷൻസ്. ഇവിടെ ഇത്രയധികം എക്സിബിഷൻസ് ഒക്കെ നടക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ഞാൻ എപ്പോഴെങ്കിലും അതൊക്കെ കാണാൻ പോകുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. ലേഖകനോട് ബ്രദർ ചോദിക്കുന്നത്, ഭായി ചോദിക്കുന്നത്. ഇവിടെ ഇത്തനെ മേലെ തമാശ ഹോത്തേ ഹേ മുझे തുമ്നെ കഭി ദേഖ്നെ ജാത്തെ ദേഖാ ഹേ. റോസ് ഈ ക്രിക്കറ്റ് ഓർ ഹോക്കി മാച്ച് ഹോത്തിയെ, ഡെയിലി എന്താണ് ഹോക്കിയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ചൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. മേ പാസ് നഹി ഫടക്ത, അതിൻ്റെ അരിയത്ത് കൂടി പോലും ഞാൻ പോകാറില്ല. ഹമേശ പഠിത്താ രഹത്താവും, എപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നത്? പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉസ് പർ ഭി ഏക് ദർജമേ ദോ 3 സാൽ പഠാ രഹത്താവും. എങ്ങനെയാണ് ഒരു ക്ലാസ്സിൽ തന്നെ ഏക് ദർജ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസ്സിൽ തന്നെ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലമോ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. फिर भी तुम कैसे आशा करते हो कि तुम യോം ഗേൽ കൂദ് മേ വക്ത് ഗവാക്കർ പാസ് ഹോ ജാവോगे. ഞാൻ ഇത്ര അധികം കഷ്ടപ്പെട്ടിട്ട് നീ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ഇങ്ങനെ കളിച്ച് നടന്നിട്ട് വക്ത് ഗവാക്കർ എന്ന് പറഞ്ഞാൽ സമയം കളയാന്നർത്ഥം. വക്ത് ഗവാന എന്ന് പറഞ്ഞത് ഇങ്ങനെ സമയം കളഞ്ഞിട്ട് ഇങ്ങനെ കളിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നീ ജയിക്കുമെന്നാണോ? നീ പാസ് ഹോ ജാവോगे, നീ ജയിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? മുझे तो 2 साल लगते हैं, मुझे तो 3 साल लगते हैं. तुम उम्र पर इसी दर्जे में पढ़े सड़ते रहोगे. അതായത് എനിക്ക് തന്നെ 2-3 വർഷം വേണം, പക്ഷെ നീ എന്ത് ചെയ്യും? ഉമ്രുബർ, ഒരു ക്ലാസ്സിൽ തന്നെ ഉമ്രുബർ എന്ന് പറഞ്ഞാൽ ഈ വയസ്സ് മുഴുവനും ഒരു ക്ലാസ്സിൽ തന്നെ നിനക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അതാണ് അദ്ദേഹം പറയുന്നത്. സടക്തെ രഹോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ തന്നെ കിടക്കുക, ആ ക്ലാസ്സിൽ തന്നെ ഉമ്രുബർ വയസ്സുകാലം അല്ലെങ്കിൽ ഒരു പ്രായം മുഴുവൻ അവിടെ തന്നെ കിടക്കേണ്ടി വരും. അഗർ തുമേ ഇസ് തര ഉമ്ര ഗവാനി ഹേ തോ ബെഹത്തർ ഹേ ഘർ ചലോ. നിനക്ക് ഇങ്ങനെയൊക്കെ കളിച്ച് നടന്ന് വയസ്സ് വെറുതെ കളയാനാണെങ്കിൽ ഏറ്റവും ബെഹത്തർ, ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഘർ ചലേ ജാവോ, വീട്ടിലേക്ക് തിരിച്ചു പോകൂ. അവർ മസേസെ ഗുല്ലി ഡണ്ട ഗേലോ. ഗുല്ലി ഡണ്ട എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയും കോലും കളിക്കുന്ന പറയില്ലേ, വടിയും ചെറിയ കോല് കൊണ്ടൊക്കെ നമ്മൾ കളിക്കില്ല, അതാണ് ഈ ഗുല്ലി ഡണ്ട. അപ്പോൾ നിനക്കിങ്ങനെയൊക്കെ കളിച്ച് കിടക്കാനാണ് ആഗ്രഹമെങ്കിൽ നീ വീട്ടിലേക്ക് പൊക്കോളൂ. എന്നിട്ട് അവിടെ പോയിട്ട് വളരെ ഇൻട്രസ്റ്റോടു കൂടി ഗുല്ലി ഡണ്ട ഗേലോ. ദാദാക്കി ഗാഡി കമായി കെ റുപ്പയെ ക്യോം ബർബാർ കർത്തേ ഹോ. അച്ഛൻ്റെ പൈസയൊക്കെ എന്തിനാണ് വെറുതെ ഇങ്ങനെ, ദാദാന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പൈസയൊക്കെ വെറുതെ എന്തിനാണ് ഇങ്ങനെ കളയുന്നത്? നീ വീട്ടിലേക്ക് പോയിക്കോളൂ എന്നാണ് പറയുന്നത്.
മെയ്യ ലത്താഡ് സുൻകർ ആസു ബഹാനെ ലത്ത. ലത്താടെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വഴക്ക്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ വഴക്ക് കേട്ടിട്ട് എന്താണ്, എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. ജവാബിക്കാത, എന്ത് മറുപടി പറയാനാണ്? അവരാത്തോ മേനെ കിയാ, തെറ്റെൻ്റെ തന്നെയല്ലേ. ലതാട് കോൺ സഹേ, ഈ വഴക്കൊക്കെ ആര് സഹിക്കണം? ഞാൻ തന്നെ സഹിക്കണം. ബായി സാഹബ് ഉപദേശ് കി കലാമേ നിപുണതയാ. ബ്രദർ എന്താണ്, ബായി സാഹബ് ഉപദേശം തരാനുള്ള ആ ഒരു ഇതിൽ ഭയങ്കര നൈപുണ്യമുള്ള ആളാണ്. ഏസി ലക്തി ബാത്തേം കഹത്തെ, അതാണ് ഇങ്ങനെയുള്ള വാക്കുകൾ എന്താ പറയുക, ഏസി സൂക്തിബാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പരിഹാസ രൂപത്തിൽ ഇങ്ങനെ മറുപടി പറയുക, കളിയാക്കുക. ചലാത്തേക്ക് മേരെ ജിഗർക്കെ ടുക്കടെ ഹോ ജാത്തെ, എൻ്റെ എന്താണ് ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയും. എന്താണ്, എൻ്റെ മനസ്സിനെ ഇങ്ങനെ ടുക്കടെ പീസ് ആക്കുക എന്ന് പറയും. ജാത്തി അവർ ഹിമ്മത്ത് ടൂട്ട് ജാത്തി, എൻ്റെ ധൈര്യം എല്ലാം ചോർത്തിക്കൊണ്ടേയിരിക്കും. ഇസ് തര ജാൻ തോഡ്കർ മെഹനത്ത് കർണേക്ക് ശക്തി മേ അപ്പനെ മേ നാ പാത്താതാ. ഇങ്ങനെ ബ്രദർ ബായി സാഹബ് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ശക്തി അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും പറ്റില്ല. അവർ ഉസ് നിരാശാമേ ജറാ ദേർക്കേലിയെ മേ സോച്ചനെ ലഗ്ത. അങ്ങനെ ഞാൻ ഇങ്ങനെ ആ ഒരു നിരാശയിൽ ബായി സാഹബ് ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ നോക്കും. ക്യോം നാ ഘർ ചലാ ജോ, തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയാലോ. ജോ കാം മേരെ ബൂത്തേക്ക് ബാഹറിനാ, എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമല്ലേ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ഇത്. ഉസ്മേ ഹാർട്ട് ആൾക്കാർ ക്യോം അപ്പനെ ജിന്ദഗി ഖരാബ് കരും, അതിൽ കൈവച്ചുകൊണ്ട് ഞാൻ എന്തിനാണ്, അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം പാഴാക്കുന്നത്. മുझे अपना മൂർക്ക് രഹന മൻസൂർ താ, വീട്ടിലായിരിക്കുന്നതാണ് എനിക്ക് സമ്മതം. തിരിച്ച് വീട്ടിലേക്ക് പോയാലോ. ലേക്കിൻ ഒത്തിരി മനസ്സെ മുझे तो ചക്കർ ആ ജാത്ത. പക്ഷേ എന്താണ്, ഇത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തലകറക്കം വരുമെന്നാണ് പറയുന്നത്. ചക്കർ ആ ജാത്താ. ലേക്കിൻ ഗണ്ടേക്കെ നിരാശാക്കെ ബാദൽ ഫട്ട് ജാത്തെ. അങ്ങനെ കുറേ നേരം ചിന്തിച്ച് കഴിയുമ്പോഴേക്കും, മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും എന്താണ്, എൻ്റെ ആ നിരാശ എന്ന് പറഞ്ഞാൽ, ആ ബാദൽ എന്ന് പറഞ്ഞാൽ, നിരാശക്ക ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നിരാശയുടെ കാർമേഘങ്ങളെല്ലാം പെട്ടെന്ന് ഫട്ട് ജാത്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മാറും. അവർ മേ ഇരാദ കർത്താതാക്കി, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കും. ആകെ സെ ഖൂബ് ജി ലഗാക്കർ പഠൂങ്ക. മുന്നോട്ട് ഞാൻ എന്താണ്, വളരെ പരിശ്രമിച്ച് ഞാൻ പഠിക്കും. ഖൂബ് ജി ജലാക്കർ എന്ന് പറഞ്ഞാൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ തീരുമാനിക്കും. ചട്പട് ഏക് ടൈം ടേബിൾ ബനാ ഡാൽത്ത, പെട്ടെന്ന് ഞാനൊരു ടൈം ടേബിളൊക്കെ റെഡിയാക്കും. ബിനാ പഹലെ സെ നക്സ ബനായെ കോയി സ്കീം തയ്യാർ കിയെ കാം കൈസെ ശുരു കരം. അതായത് എന്താണ്, ഒരു നക്സ എന്ന് പറഞ്ഞാൽ പ്ലാൻ. ഒരു പ്ലാൻ ഇല്ലാണ്ട് ഒരു കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് ഒരു പ്രത്യേക ടൈം ടേബിൾ തയ്യാറാക്കണം. ഒരു പ്ലാൻ ഇല്ലാണ്ട് ഒരു സ്കീം തയ്യാറാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം പഠിക്കണ കാര്യത്തിൽ ആദ്യം ടൈം ടേബിൾ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ടൈം ടേബിൾ സെ ഗേൽകൂദ് കി മത് ബിൽക്കുൽ ഉഡ് ജാത്തി. ടൈം ടേബിളിൽ എന്താണ്, കളിക്കുക എന്നുള്ളൊരു കാര്യം അതിലില്ലേ ഇല്ല. പ്രാതഃ കാൽ 6 ബജെ ഉടന, രാവിലെ മോർണിംഗിൽ 6 മണിക്ക് എഴുന്നേൽക്കുക. മുഹ് ഹാത്ത് ധോ, മുഖവും കാലൊക്കെ കഴുകി, കൈയൊക്കെ കഴുകി. നാസ്ത കർ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പഠനെ ബഡ്ജാന, പഠിക്കാനിരിക്കുക. 6 से 8 तक അംഗ്രേസി, 6 മണി തൊട്ട് 8 മണി വരെ എന്താണ്, ഇംഗ്ലീഷ് പഠിക്കുക. 8 से 9 तक ഹിസാബ് എന്ന് പറഞ്ഞാൽ മാത്സ്. 8 മണി തൊട്ട് 9 മണി വരെ എന്താണ്, ഹിസാബ് മാത്സ് പഠിക്കുക. ടൈം ടേബിളിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 9 से 9:30 तक ഇതിഹാസ്, 9 മണി തൊട്ട് എത്ര മണി വരെ ഇതിഹാസ് പഠിക്കുക. 9 से 9:30 तक 9:30 വരെ ഇതിഹാസ്, ഹിസ്റ്ററി. ഫിർ ഭോജൻ അവർ സ്കൂൾ, പിന്നെ എന്താണ്, ഭക്ഷണം കഴിക്കുക, സ്കൂളിലേക്ക് പോവുക. 3:30 ബജെ സ്കൂൾ സെ വാപ്പസ് ഹോക്കർ, 3:30 സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എന്താണ്, ആധാ ഘണ്ട ആരാം, അരമണിക്കൂർ റെസ്റ്റ്. 4 से 5 तक ഭൂഗോൾ, 4 മണി തൊട്ട് 5 മണി വരെ എന്താണ്, ഭൂഗോൾ, ജോഗ്രഫി. 5 से 6 तक ഗ്രാമർ, 5 മണി തൊട്ട് 6 മണി വരെ ഗ്രാമർ പഠിക്കുക. ആധാ ഘണ്ട ഹോസ്റ്റൽ കെ സാമനെ ഹി ടഹൽന, അരമണിക്കൂർ എന്ത് ചെയ്യും, ഹോസ്റ്റലിൻ്റെ മുന്നിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുക. 6:30 से 7 तक അംഗ്രേസി, കോമ്പോസിഷൻ. പിന്നീട് അംഗ്രേസി പഠിക്കുക, കോമ്പോസിഷൻ പഠിക്കുക, ട്രാൻസ്ലേഷൻ. പിന്നെന്താണ്,
फिर भोजन करके 8 से 9 तक अनुवाद, 9 से 10 तक ഹിന്ദി, 10 से 11 तक വിവിധ വിഷയ पर വിശ്രാം. അങ്ങനെ ഒരു ടൈം ടേബിളൊക്കെ റെഡിയാക്കി വെച്ചു. മകൾ ടൈം ടേബിൾ ബനാ ലേന ഏക് ബാത് ഹെ. ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്, വലിയ കാര്യമൊന്നുമല്ല, അതൊരു വിഷയം, ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഉസ് പർ അമൽ കർണ ദൂസരി ബാത്ത്. അമൽ കർണ എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അത് വേറൊരു കാര്യം തന്നെയാണ്. ടൈം ടേബിളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം. പഹലെ ഹി ദിൻ ഉസ്കി അവഹേളന ശുരു ഹോ ജാത്തി. ഫസ്റ്റ് ഡേ തന്നെ അതിനെ അവഹേളിക്കുക, അതായത് തിരസ്കരിക്കുക എന്നുള്ള കാര്യം തുടങ്ങി. മൈതാൻ കി വ സുഖത്ത് ഹരിയാലി. പ്ലേ ഗ്രൗണ്ടിലുള്ള ആ സുഖത്ത് ഹരിയാലി, ആ സുഖമുള്ള ആ പച്ചപ്പ്, ഹരിയാലി എന്ന് പറഞ്ഞാൽ പച്ചപ്പ്. ഹവാക്കെ ഹൽക്കെ ഹൽക്കെ ചോക്കെ, കാറ്റിൻ്റെ നല്ല തണുത്ത കാറ്റിൻ്റെ, ചോക്കെ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ചെറിയ തണുപ്പുള്ള ആ ഒരു ചെറിയ ഇളം കാറ്റുകൾ. ഫുട്ബോൾ കി വ ഉച്ചൽ കൂത്. ഫുട്ബോളിൻ്റെ ആ ഉച്ചൽ കൂത് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഉരുണ്ട് കളിക്കുന്നത്, ആ കളി, ആ ഒരു ഫുട്ബോളിൻ്റെ കളികൾ. കബഡിക്ക് വ ദാവ് ഗാദ്, അതായത് കബഡി കളിക്കുമ്പോൾ ആ കാലിൻ്റെ സൗണ്ടുകൾ. വോളിബോൾ വ തേസി ഓർ ഫുർത്തി മുജെ അജ്ഞാത ഓർ അനിവാര്യ രൂപസെ. വോളിബോളിൻ്റെ ആ സ്പീഡിലുള്ള വരവും കളികളൊക്കെ മുജെ അജ്ഞാത ഓർ അനിവാര്യ രൂപസെ, എന്നെ അജ്ഞാതം എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ, ഞാൻ തന്നെ അറിയാതെ, അതുപോലെ തന്നെ ഒരു അനിവാര്യമായ രൂപത്തിൽ ഗീഞ്ചിലേ ജാത്തി, ഗീഞ്ചിലയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകും എങ്ങോട്ട്, ഈ പ്ലേ ഗ്രൗണ്ടിലേക്ക്. और वहाँ जाते ही मैं सब कुछ भूल जाता. ഇതെല്ലാം കണ്ടുകൊണ്ട് എൻ്റെ മനസ്സ് പിന്നെയും പ്ലേ ഗ്രൗണ്ടിലേക്ക് തന്നെ പോകും. അപ്പം ഞാൻ ഈ ടൈം ടേബിൾ എല്ലാം മറന്നു പോകും. അപ്പോൾ ജാൻ ലേവ ടൈം ടേബിൾ, എൻ്റെ ജീവൻ എടുക്കുന്ന ടൈം ടേബിൾ. അപ്പോൾ ആക്ക് ഫോർ പുസ്തകം, ആ കണ്ണ് പൊട്ടിക്കുന്ന പുസ്തകങ്ങൾ. കിസിക്ക് യാദ് ന രഹത്തി, ഒന്നിൻ്റെ ഓർമ്മയുണ്ടാവില്ല കളിക്കാൻ നേരത്ത്. അവർ ബായി സാഹക്കോ നസീഹത്ത് അവർ ഫസീഹത്ത് കാ അവസർ മിൽ ജാത്ത. നസീഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ബായിസാവ്. നസീഫത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക, ഫസീഫത്ത് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ട്, അപമാനം. ബായി സാഹബിന് എന്ത് ചെയ്യും, ബായി സാഹബിന് എന്നെ ഉപദേശിക്കാനും ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അക്സർ മിൽജാത്ത എന്ന് പറഞ്ഞാൽ ഡെയിലി എപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. മേ ഉൻകി സായെ സെ ഭാഗത്ത, അദ്ദേഹത്തിൻ്റെ സായ എന്ന് പറഞ്ഞാൽ നിഴലിൽ നിന്ന് തന്നെ ഓടി ഒളിക്കും. ഉൻകി ആക്കോം സെ ദൂർ രഹനേക്ക് ചേഷ്ട കർത്ത, ആ കണ്ണിൽ പെടാതെ ഞാൻ മാറി നിൽക്കും. കമരമേ ഇസ്തര ദബേ പാവ് ആത്താക്കി, മുറിയിലേക്ക് ഇങ്ങനെ പതുക്കെ, എങ്ങനെയാണ് ബായി സാഹബ് അറിയാതെ പതുക്കെ, കാൽവയ്പ്പൊക്കെ പതുക്കെയായിട്ട് ഉന്നെ ഗബർന ഹോ, അദ്ദേഹം അറിയാത്ത രീതിയിൽ ഞാൻ മുറിയിലേക്ക് പതുക്കെ പതുക്കെ പോകും. എനിക്ക് നസർ മേരി ഓർ ഉടി, അദ്ദേഹം എപ്പോഴാണോ എൻ്റെ നേരെ അദ്ദേഹത്തിൻ്റെ കണ്ണ് എൻ്റെ മേലെ വീഴുന്നത്, മേരെ പ്രാണിക്കല്, എൻ്റെ പ്രാണൻ എടുക്കും. ഹമേശ സിർപ്പറയ്ക്ക് നങ്കി തൽവാർ സിലടത്തി മാലും ഹോത്തി, എപ്പോഴും എന്താണ് എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു വാളിങ്ങനെ, നമ്മുടെ തലക്ക് മുകളിൽ ഒരു വാൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിയാൽ എന്താണ്, എപ്പോൾ വേണമെങ്കിലും തലയർത്ത് പോകാം. അപ്പോൾ അതേപോലത്തെ ഒരു ഫീലാണ് ലേഖകന് ബായിനെ കാണുമ്പോൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഫിർ ബി ജൈസെ മൗത്ത് और विपत्ति के बीच भी आदमी मोह और माया के बंधन में ജഗഡ രഹത്തെ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ തലക്ക് മീതെ ഒരു വാളിങ്ങനെ നിൽക്കുകയാണ്, എന്നിരുന്നാൽ പോലും എന്ത് ചെയ്യും, നമ്മുടെ ലേഖകൻ കളിക്കാൻ പോകും. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും മരണത്തിൻ്റെയും ആപത്തിൻ്റെയും നടുവിൽ മനുഷ്യൻ എന്താണ്, മോഹ ഓർ മായ, തൻ്റെ മോഹത്തിൻ്റെയും മായയുടെയും ബന്ധനങ്ങളിൽ നിന്നും എന്താണ് ജഗഡ, ഇങ്ങനെ കൺഫ്യൂഷനാണ്. മരണം മുന്നിലുണ്ട്, പക്ഷെ തൻ്റെ ആ മായ, തൻ്റെ മോഹങ്ങൾ അത് മാറ്റിവെക്കാനായിട്ട് മനുഷ്യർക്ക് കഴിയില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. മേ ഫട്കാർ और गुडकियाम खाकर भी खेल कूद का तिरस्कार न कर सकता था. ഫട്കാർ എന്ന് പറഞ്ഞാൽ വഴക്ക് കേൾക്കുക എന്നർത്ഥം. കുടിക്കാം, അതായത് ഇങ്ങനെ ദേഷ്യത്തിൽ വാക്കുകൾ, ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ, ഇതെല്ലാം കേട്ടിരുന്നാൽ പോലും ഗേൽ കൂതുക തിരസ്കാരന കർ സക്താത, കളി ഇല്ലാതെ, അതായത് പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കാതെ, മൈതാനത്തിൽ പോയി കളിക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, അതെനിക്ക് നിരസിക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. ബായിയുടെ എത്ര ചീത്ത പറച്ചിലും ഇൻസൾട്ടിങ് ഒക്കെ കേട്ടിരുന്നാൽ പോലും കളി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നായിരുന്നു ലേഖകനൂടെ പറയുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഇട്ടിട്ടുണ്ട്, കേൾക്കുക. ഓക്കെ.